എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്ന് ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ എന്തുകൊണ്ട് എല്ലാവരും ഇന്നലത്തെ വീഡിയോയൊക്കെ കണ്ടോ? പലരും എന്നെ ഇവിടുന്ന് ഓടിപ്പൊയ്ക്കോണം മാറിപ്പൊയ്ക്കോണം ഒക്കെ പറഞ്ഞ് ചിക്കൻ്റെ മണം കൊണ്ട് പൂച്ച കയറി വന്നതെന്ന് പറഞ്ഞ് സത്യം പറയുമോ, ആ സിറ്റുവേഷൻ അത് ഓർക്കാൻ കൂടെ വയ്യ. അപ്രതീക്ഷിതമായിട്ടെടുത്തൊരു സാധനം ഇങ്ങനെ എടുത്ത് ചാടുന്നതാണ്. ഞാനും പേടിച്ച് അതും പേടിച്ച് ഓർക്കാൻ വയ്യേ എൻ്റെ കർത്താവേ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, കുറച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങളേ ഉള്ളൂ. അപ്പം കുറച്ച് നാളുകൊണ്ട് നിങ്ങൾ എൻ്റെ പാട്ട് കേൾക്കാതിരിക്കുമല്ലേ, അപ്പം 4 വരി പാട്ട് പാടി ബോറടിപ്പിക്കുന്നവരെ ബോറടിപ്പിക്കുക, ഇഷ്ടമുള്ളവർ അത് ഏറ്റെടുക്കുക. ഓക്കെ, നോക്കിയാൽ പാടുന്ന കേട്ടോ, അതുകൊണ്ട് കണ്ണാടി വെച്ചേക്കുന്നത്. ഓക്കെ. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ, പരിശുദ്ധനാം താതനേ, കരുണീൻ സാഗരമേ, കൃപയിന്നുറവിടമേ, ആശ്വാസദായകനേ, നാഥ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, നാഥ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്, ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്, ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോൾ തളരാതെ ഓടിടുവാൻ തിരുകൃപ മതി എനിക്ക്, ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോൾ തളരാതെ ഓടിടുവാൻ തിരുകൃപ മതി എനിക്ക്, നാഥ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, നാഥ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്, ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഓക്കെ, ഇനി കൂടുതലായ അങ്ങ് ഈണം മാറുന്നതിന് മുമ്പ് അങ്ങ് നിർത്തിയേക്കാം. ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. അത് ആരുടെയും കുറ്റമല്ല, എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. പിന്നെ വെറുതെ അങ്ങ് കുറേ നാളായി ഒന്ന് പാടാന്ന് വെച്ച് 4 വരി. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയുണ്ട്, നല്ല കട്ടി കുറഞ്ഞ ദോശയുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ കട്ടി കുറഞ്ഞ ദോശ ഉണ്ടാക്കിയാണെങ്കിൽ എൽദോ പറഞ്ഞ്, ചേച്ചി എനിക്കും കട്ടി കുറഞ്ഞ ദോശ ഇഷ്ടമെന്ന്. പിന്നെ എൽദോ മസാല ഇഡ്ഡലി ഉണ്ടാക്കി ടൊമാറ്റോ സോസും കൂട്ടി കഴിച്ചെന്നും പറഞ്ഞു. അതൊക്കെ കേട്ടോണ്ടേ സന്തോഷമുണ്ട്. നമ്മുടെ റെസിപ്പികളൊക്കെ ഓരോരുത്തർ ട്രൈ ചെയ്തിട്ട് അവർക്കത് ഇഷ്ടമായെന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പോൾ പൂളുമോന് കട്ടി കുറഞ്ഞതാണ് ഇഷ്ടം, മുരിഞ്ഞ് ചൂടോടെ കഴിക്കണം അവന്. അപ്പോൾ അവന് ഇങ്ങനെ മുരിഞ്ഞ് ചൂടോടെ അവനും കൊടുക്കും. അപ്പോൾ ഇത് എനിക്കും ഇഷ്ടം. നമുക്ക് ചായയുടെ കൂടെ ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലത്, കൂട്ടാനൊന്നും വേണ്ട. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. ആദ്യം പറയും ഞാൻ ഉണ്ടാക്കി തരത്തില്ല,
ഉള്ളതുപോലെ കഴിക്കണം, വീട്ടിലുണ്ടാക്കുന്ന കഴിക്കണമെന്ന്. പക്ഷേ നമുക്കത് മനസ്സ് വരത്തില്ലല്ലേ. ഇഡലിക്ക് ചുമന്ന ചട്നി ഉണ്ടാക്കിയത്. കാരണം പ്രൈസിന് ചില സമയത്ത് പിന്നെ ഇഡലിയൊന്നും അത്ര താല്പര്യമില്ല. അപ്പോൾ എങ്ങനെയും എന്നാം കഴിച്ചോട്ടെന്നും പറഞ്ഞ് അങ്ങ് ചുമന്ന ചട്നി ഉണ്ടാക്കി. അപ്പോൾ അത് കണ്ടപ്പോഴും ഞാൻ ഊഞ്ഞൊന്നും പറഞ്ഞൊക്കെ ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഇത് കഴിക്ക്, നല്ല ടേസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് പിന്നെ വെച്ച് കൊടുത്തു. ഇപ്പോൾ ഇനി ഞാനും കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തങ്കം നമ്മുടെ പാത്രം കഴുകി വെക്കാം, വെള്ളം തിളപ്പിക്കാൻ വെക്കണം, വെള്ളം പിന്നെ ക്യാനിലൊഴിച്ച് വെക്കണം, അരിക്ക് വെള്ളം വെക്കണം, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ പഴയ ചോറുണ്ടെങ്കിൽ അത് സാവകാശം വെച്ച് വറക്കത്തേ ഉള്ളൂ. പക്ഷേ ചോറില്ലെങ്കിൽ ഉടനെ അങ്ങ് കഞ്ഞിക്ക് വെള്ളം വെക്കും. ഇന്നങ്ങനെ കുക്കിംഗ് പരിപാടികൾ വലുതായിട്ടൊന്നുമില്ല. കുക്കിംഗ് പരിപാടി ഇല്ലാത്ത സമയത്താണ് എനിക്ക് കൂടുതലും ജോലികൾ. കാരണം അവിടെ ഇവിടെയൊക്കെ ഒതുക്കി പറക്കും, അങ്ങനെയൊക്കെയുള്ള കുക്കിംഗ് പരിപാടിയിൽ അങ്ങ് നിൽക്കുവാണെങ്കിൽ നമുക്ക് ഇത്ര ഇത് വരത്തില്ല. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു തോരനെങ്ങാണം വെച്ച്, പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ട്, മാങ്ങാക്കറിയുണ്ട്, അതൊക്കെയുണ്ട്. പിന്നെ അതിന് മുമ്പിട്ടുള്ള മീൻ കറി ഉണ്ടല്ലോ, അത് അന്ന് ആരും കഴിക്കാതൊക്കെ വെച്ചിരുന്ന് 2-3 പീസ് അതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് ചിക്കനോട് അത്ര താല്പര്യമില്ല. അപ്പം ഞാൻ ഈ മീൻ കറിയാണ് ഉച്ചയ്ക്കെടുത്തത്. അപ്പോൾ മീൻ കറിയൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചു. അതിൻ്റെ കുറച്ച് ഞാൻ പറഞ്ഞാൽ വാലുഭാഗം എടുത്ത് മസാല പുരട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നാളെ എങ്ങനെ എടുത്ത് വറക്കാമെന്ന് വെച്ച്. ഇന്നിപ്പോൾ ഇനി പിന്നെ ഉച്ചയ്ക്ക് ഇവർക്ക് ഞാനിപ്പോൾ ഒരു ഉരുളൻകിഴങ്ങ് തോരനാണ് വയ്ക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ ഇത് ഇഷ്ടമാണ്. ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇവിടെ എനിക്ക് ഈ ടൈപ്പ് ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി ഇഷ്ടമാണ്. ഇവിടെ ഇവർക്കൊന്നും ഇഷ്ടേ അല്ലായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും എന്ന് പറയാൻ നേരത്തെ ഡാഡിക്കും റീച്ചാനൊന്നും കുഴപ്പമില്ലായിരുന്നു, ഈ പിള്ളേർക്കായിരുന്നു ഇഷ്ടമല്ലാത്തത്. പക്ഷേ ഇപ്പം അവർ വലുതായി വരും തോറും കഴിക്കാത്ത ചിലതൊക്കെ കഴിച്ച് വരുന്നുണ്ട്, മാറ്റമുണ്ട്. അപ്പോൾ തുണികളൊക്കെ കഴുകാൻ ഞാനും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചില വീഡിയോകൾ, നാട്ടിലെ നിന്ന് വീഡിയോ ഇടുന്ന ചിലരുടെ വീഡിയോകൾ കാണുമ്പം പറയുന്നത് തുണി കഴുകും, വെളിയിലോട്ട് കൊണ്ട് തുണിയിടും, മഴ ചാറും ഇങ്ങെടുത്തോണ്ട് വരും, വീണ്ടും വെയിൽ വരും, എടുത്തോണ്ട് പോകും. അയ്യോ, ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഇതുപോലായിരുന്നു. മഴ ഇങ്ങനെ നമ്മൾ മഴയൊന്ന് ചാറും, തുണി ഇങ്ങനെ അകത്തെടുത്തു, ഉടനെ അങ്ങ് നല്ല വെയിലായിട്ട് വരും. നമ്മളെന്തെങ്കിലും ഓഹോ ഇനിയും പെയ്യത്തില്ലെന്ന്. പക്ഷേ തുണിക്കൊന്ന് ചൂട് പിടിക്കുന്നതിന് മുമ്പിട്ട് വീണ്ടും എന്നും പറഞ്ഞ് മഴ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് ഓട്ടം അല്ലാതെ. ഞാൻ അന്നേരം അമ്മയുടെ പറഞ്ഞു, ചെയ്യോ നാട്ടിലാണെങ്കിൽ നല്ല എക്സർസൈസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെ ഓട്ടം. സത്യമാണ്. ഈ തുണികൾ തുണി ഉണങ്ങാതെ മനുഷ്യർക്ക് ഒരു കാര്യവും ഇല്ലേ. ഒരു വീടാകുമ്പോൾ തുണി എല്ലാ മനുഷ്യർക്കും മാറേണ്ട കാര്യമോ തുണി. അത് ശരിക്കും ഉണങ്ങിയില്ലെങ്കിൽ അതിനേക്കായി സ്മെല്ലായിരിക്കും. ഇപ്പം ഞാൻ നോക്കിയിട്ട് ഇവിടെ തുണിയൊക്കെ മഴ സമയത്താണെങ്കിൽ നമുക്കിങ്ങനെ ഇവിടെ സ്റ്റാൻഡ് വീട്ടിലൊക്കെ മുറിക്കകത്ത് വെക്കാവുന്നത് കൊണ്ട് ആ ഫാനിൻ്റെ ഇതിൽ അതൊക്കെ അങ്ങ് ഉണങ്ങിക്കോളും. അപ്പോൾ ഉരുളൻകിഴങ്ങൊക്കെ ഞാനിങ്ങനെ അടപ്പത്ത് വെച്ച്, അത് പിന്നെ ഒന്നും നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്കിന് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടുന്ന ഒരു തോരനാണ് ഇതൊക്കെ. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോട്ട് ഇട്ടായിരുന്നു. അത് എന്തോ മത്തിപ്പീര, മാങ്ങയൊക്കെ ഇട്ട മത്തിപ്പീര. അപ്പോൾ എന്നോട് റോസ് ചോദിച്ചായിരുന്നു, ചേച്ചി മാങ്ങായും മത്തി എവിടെ കിട്ടിയെന്ന് ഇപ്പം. കാരണം ഇപ്പം മാങ്ങയുടെ സീസണൊന്നും അല്ലല്ലേ. അത് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒരു വീഡിയോയാണ്. അത് ഞാൻ ഷോർട്ടായിട്ട് എടുത്തിട്ടതാണ്. അല്ലാതെ ഇപ്പോഴേ എനിക്ക് അതേ അറിയാം, ആരെങ്കിലും ചോദിക്കുമെന്ന് ഇപ്പം മാങ്ങ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പം മാങ്ങ ഇവിടുന്ന് വന്നെന്ന്. അപ്പോൾ പ്രൈസം പറഞ്ഞാൽ ചപ്പാത്തിയും, അവൻ ആ ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്നത് എന്തുവാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ? ഇതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ ഇടാം. നിങ്ങൾ കമൻറ്റ് പറയണം നിങ്ങൾക്കത് എന്തായിട്ടാണ് തോന്നിയെന്നുള്ളത്. അടിപൊളി റെസിപ്പിയാണ്, ഞാൻ ഉടനെ ഇടാമേ. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. നോർത്ത് ഇന്ത്യൻ സൈഡിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇന്ന് വൈകുന്നേരമാണ് പോൾ മോൻ കുറേ ദിവസം കൊണ്ട് എൻ്റെ അടുത്ത് പറയുന്നു, ഞാനൊന്ന് എല്ലാവരുടെയും കൂട്ട് മഴയത്ത് പോയെന്ന് കളിച്ചോട്ടെ, മഴയത്തൊന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞു വേണ്ട, എല്ലാവരുടെയും പ്രതീതിയല്ല നിനക്കൊന്നും. പക്ഷേ ഇന്ന് അവൻ്റെ കൂട്ടുകാരൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞ്, ആൻറ്റി ഇത് വ്ളോഗിലിടണേ, നോക്കിയോണ്ട് എന്തുവാ അവൻ ട്യൂഷൻ കഴിഞ്ഞ് വന്ന വഴിക്ക് അവിടെ എല്ലാവരും ഫുട്ബോൾ കളിക്കുന്നു, അവനും അവിടെ നിന്ന് ഫുട്ബോൾ കളിക്കുക. അതിന് അവൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് എനിക്ക് അയച്ചു തന്നതാണ്.
അപ്പം ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, പനിയായിട്ട് വന്ന് കിടന്നാൽ നീ അവിടെ കിടക്കും, ഞാൻ നോക്കത്തില്ലെന്ന്. നമ്മളങ്ങനെ പറയും നോക്കത്തില്ലെന്ന്. പക്ഷേ എന്തെങ്കിലും അസുഖം, കാരണം നമ്മുടെ മക്കൾക്ക് ഇതൊന്നും മഴ നനഞ്ഞൊരു ശീലമില്ല. എന്നും ട്യൂഷൻ കഴിഞ്ഞ് 9 മണിയാകുമ്പോൾ വരും. ഇന്ന് 9:30 കഴിഞ്ഞിട്ടും കണ്ടില്ല. അപ്പം താഴെ ഇതായിരുന്നു പരിപാടി. ഞാൻ ആ സമയത്ത് ഇവിടെ ജനലൊക്കെ അടച്ച് വീഡിയോ എഡിറ്റ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് എനിക്കും മനസ്സിലായില്ല മഴ പെയ്യുന്നെന്നൊക്കെ. മഴ പെയ്താലും നമ്മൾ അത്ര ചിന്തിക്കുന്നില്ലല്ലോ ഇവനിങ്ങനെ ഒരു പരിപാടി ചെയ്യുമെന്നുള്ള. फुटबॉल खेळून टाकून आणि गोल मारतोस अलॉंग विथ फ्रेंड्स. आंटी ब्लॉग मिळाला. അപ്പോൾ അന്ന് വൈകിട്ട് ഇന്നലത്തെ ചിക്കനൊക്കെ ഉണ്ടായിരുന്നല്ലോ, ചിക്കനൊക്കെ ഒന്നെടുത്ത് ചൂടാക്കി. പിന്നീട് മാങ്ങാക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇച്ചിരി മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കെല്ലാം ചിക്കൻ കറിയും മാങ്ങാക്കറിയും തോരനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അത് കൂട്ടിക്കൊടുത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.